ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനി, നീ സങ്കടപ്പെടാതെ മോളെ. എന്തോ നമ്മുടെ സമയം ഇപ്പൊ ശരിയല്ല. എല്ലാം ശരിയാവും മോളെ. വീട്ടിൽ കൊണ്ടുവന്ന കല്യാണക്കുറി എടുത്തെറിഞ്ഞത് അപശകുനം ആണെന്നാ തോന്നുന്നത്. എന്താണോ ഈശ്വര ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? തൃശ്ശൂലൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ. ഇപ്പൊ അവനുമില്ല, അവനില്ലാത്തതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല. ത്രിവിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ശുഭകാര്യത്തിന് വിഘ്നം സംഭവിച്ചേക്കാം. നമ്മളെല്ലാം അതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. മുത്തശ്ശി, ത്രിവിക്രമൻ തന്നെയാണല്ലോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയത്. പിന്നെ എങ്ങനെയാ ശരിയാവുക? അത് നമുക്ക് ആലോചിക്കാം. എല്ലാരും ഒന്ന് ഉഷാറായിട്ടിരിക്ക്. അല്ല, നിങ്ങൾക്ക് തന്നെ ഒരു ധൈര്യമില്ലാതായ പാവം അവളെ നോക്ക്. അവളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശിവാനി, കരയാതെ മോളെ. ത്രിവിക്രമന് കുറച്ച് മുൻകോപം കൂടുതലാ. മുന്നും പിന്നെ നോക്കാതെ ഓരോന്നങ്ങ് പറയും. കുറച്ചു കഴിഞ്ഞാ എല്ലാം ശരിയാവും മോളെ. അവൻ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇനിയല്ലേ എങ്ങനെ ശരിയാവാനാ? അല്ല മോളെ ശിവാനി. വേണ്ട മുത്തശ്ശി. മതി, നിങ്ങളുടെ ഒക്കെ ഈ മൗനം മതിയാക്ക്. ഒരു കല്യാണപ്പെണ്ണ് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണം എന്നതിനെ കുറിച്ച് ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ വേറെ തന്നെയാ. ദമയന്തി, മധുമതി, വന്നേ. പാവം, അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. ശിവാനി, നീ ഇങ്ങനെ വിഷമിക്കാതെ മോളെ. ത്രിവിക്രം ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. അല്ല, ബ്രോ കല്യാണമേ വേണ്ടെന്നാണല്ലോ പറയുന്നത്. അവന്റെ വാശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണ ഭാഗ്യം ഉണ്ടാവില്ല. നമ്മൾ അതിനെക്കുറിച്ചും ആലോചിക്കണ്ടേ? ഈ കല്യാണം നടന്നിരിക്കും. നന്ദീശ, മധുമതി, ഈ കല്യാണം ഉറപ്പായി നടന്നിരിക്കും. തൃശ്ശൂലില്ല എന്നൊരു കാരണം കൊണ്ട് ഈ കല്യാണം നടക്കാതിരുന്നാൽ അത് ശരിയാവില്ല. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യുകയില്ല. ശിവാനി, നീ ചെന്ന് ത്രിവിക്രമനോടൊന്ന് സംസാരിക്കുമോളെ. ഈ കല്യാണം നടക്കാതെ പോയാൽ 2 വീടുകളിലും അത് സമാധാനക്കേടാവും. ഈ വീടിന്റെ സന്തോഷം ഇപ്പൊ നിന്റെ കയ്യിലാ. ചെന്ന് സംസാരിക്കാം. ത്രിവിക്രം, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന നീ? വീട്ടുകാരുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നീ ചെയ്തത് തെറ്റല്ലേ? നോ, ഞാൻ ചെയ്തത് തന്നെയാ ശരി. നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ നിന്റെ ഈ പ്രവൃത്തി കാരണം വീട്ടിലുള്ളവർക്കൊക്കെ എത്ര വേദനയായിന്നറിയോ? തൃശ്ശൂർ മിസ്സായതിനേക്കാൾ കൂടുതൽ സങ്കടമൊന്നും അവർക്കില്ല ശിവാനി. തൃശ്ശൂർ ഇവിടെ ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ കല്യാണത്തിന് സമ്മതിക്കാം? ത്രിവിക്രം, തൃശ്ശൂരിനെ കാണുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അവൻ തിരിച്ചു വരില്ല എന്നുള്ളത് നീ എന്തിനാ ഇത്ര ഉറപ്പിച്ച് പറയുന്നേ? അവൻ എങ്ങോട്ടാ പോയതെന്ന് നിനക്കറിയാമോ? അത് എനിക്കെങ്ങനെ അറിയാനാ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരില്ലായിരുന്നോ? അല്ലേ, തൃശ്ശൂർ എങ്ങനെയാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കല്ലേ അറിയാവുന്നത്? അവൻ ചില കാര്യങ്ങളിൽ ഇങ്ങനെ കുട്ടിക്കളി കളിക്കാറുള്ളതല്ലേ. ഇതും അങ്ങനെ എന്തോ ആവാനേ വഴിയുള്ളൂ. വീട്ടിലെല്ലാരും തൃശ്ശൂരിനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമത്തില. എനിക്കും അതെ, നല്ല സങ്കടമുണ്ട്. പക്ഷേ അവൻ എന്തായാലും തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ത്രിവിക്രം. ഇപ്പൊ നീ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ തൃശ്ശൂര് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു ഭംഗം വരുന്നത് പോലെയാകും. എല്ലാരും കൂടുതൽ വിഷമത്തിലാവേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. ത്രിവിക്രം, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? ശിവാനി, ഞാൻ സമ്മതിച്ചത് തെറ്റായി പോവും. വീട്ടുകാരെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ എങ്ങനെ ഈ കല്യാണം നടത്തുക? നോ. നീ അങ്ങനെ വിചാരിക്കുന്നതാ ത്രിവിക്രം. പക്ഷെ നീ ഈ കല്യാണം വേണ്ടാന്ന് പറയുമ്പോഴാ അവർക്ക് എല്ലാവർക്കും വിഷമാവുന്നേ.
നിന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്നെ പറഞ്ഞു വിട്ടത് അവര് തന്നെയാ. അവര് പറഞ്ഞു വിട്ടാണോ? ആ അതെ, അവര് പറഞ്ഞ ഉടനെ ഞാൻ വന്നില്ല. ഞാനും ഒന്ന് ആലോചിച്ചിട്ട് തന്നെയാ വന്നത്. ഒരു തരത്തില് നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ മറ്റൊരു തരത്തില് അത് തെറ്റായും തോന്നും. തൃശ്ശൂലിനെ കാണാത്തത് കൊണ്ടല്ലേ നീ ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നത്. സ്വന്തം അനിയനെ കാണാതിരിക്കുന്ന സമയത്ത് ചേട്ടനായി നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെയെല്ലാം സമാധാനപ്പെടുത്തേണ്ടത് നീ തന്നെയല്ലേ ത്രിവിക്രം. ത്രിവിക്രം, നിനക്ക് നിന്റെ തീരുമാനം മാറ്റാൻ പറ്റില്ലേ? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. ഇപ്പൊ ഞാൻ കല്യാണത്തിന് സമ്മതിച്ച ആരും അത് ക്യാൻസൽ ചെയ്യില്ല. നേരത്തെ വേണ്ടെന്ന് പറഞ്ഞ കല്യാണം ഇപ്പൊ അവർ തന്നെ നടത്തി തരും. സംസാരിക്ക ത്രിവിക്രം. ശരി, നമ്മുടെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. താങ്ക് യു ത്രിവിക്രം. വീട്ടിലുള്ളവർക്ക് വേണ്ടിയെങ്കിലും നീ സമ്മതിച്ചല്ലോ. വാ, നമുക്ക് ആദ്യം എല്ലാരോടും പോയിട്ട് ഈ കാര്യം ഒന്ന് പറയാം. വാ. അങ്കിൾ, ത്രിവിക്രം കല്യാണത്തിന് സമ്മതിച്ചു. വെരി ഗുഡ് ശിവാനി. ത്രിവിക്രം, ഒടുവില് നീ കല്യാണത്തിന് സമ്മതിച്ചല്ലോ മോനെ. ത്രിവിക്രം സമ്മതിച്ചതുകൊണ്ട് എല്ലാം ശരിയാവണമെന്നില്ല. എന്താന്ന് വെച്ചാ കല്യാണക്കുറി എടുത്തെറിഞ്ഞ് വീട്ടിൽ അപശകുനം ഉണ്ടാക്കി വെച്ചില്ലേ. അതുകൊണ്ട് ആദ്യം കല്യാണക്കുറി എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ എടുത്തു വെച്ച് അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്യണം. എല്ലാം നന്നായി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ശരിയമ്മേ. തൃശൂൽ, നന്ദീശ, പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ശരി മുതലാളി. ആദിശേഷ, തിരിച്ചു പോകണമെന്ന് നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ ഇപ്പോൾ വളരെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിനെ മാറ്റി സന്തോഷം കൊണ്ടുവരാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. തക്കമെഴുത്താൽ തഞ്ചക്കാരി കണ്ണി പെണ്ണി നിന്നെ ഈ കാണാനാണം കാട്ടുപൂവിൻ തേനെല്ലാം ഞാൻ കട്ടുകുടിക്കാനായും നേരം കള്ളക്കണ്ണിൽ എന്തെന്റെ ശൃംഗാര ചന്തം കണ്ടറിഞ്ഞില്ലേ ഒന്നും ഇന്നേ വരെ നീ കിന്നരിക്കാതെ കുഞ്ചിക്കാടേറാതെ കണ്ടതിന്മേലെ കണ്ണെ കാണാനില്ലേ പൊൻകൈ കുടഞ്ഞില്ലേ മോഹത്തിനാളങ്ങൾ. I 1, 2, 3, let's go. തൃശൂർ,
എന്തു പറ്റി തൃശൂൽ? എന്താ നീ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. എന്നോട് നീ കള്ളം പറയാൻ നോക്കണ്ട. പറ, എന്താ പറ്റിയേ? അത് എനിക്ക് എന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. എന്താ തൃശൂൽ ഇങ്ങനെയൊക്കെ? ഇത്ര വലിയ ആളായിട്ട് നിനക്ക് വീട്ടുകാരെ വിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലേ? സാധാരണ പെൺകുട്ടികൾക്കാണ് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്ത കൂടുതലുണ്ടാവുക. അവർക്ക് വലിയ വിഷമായിരിക്കും. പക്ഷെ നീ സ്വന്തം അച്ഛനും അമ്മേനും അകന്നു നിൽക്കുമ്പോൾ ആർക്കായാലും വിഷമം വരും ശിവാനി. അതിപ്പോ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ. സ്നേഹിക്കുന്നവർ അകന്നു കഴിയുമ്പോ ആരുടെ മനസ്സായാലും വേദനിക്കില്ലേ? മനസ്സ് വേദനിക്കുന്നുള്ള കാര്യം ശരി തന്നെയാ. പക്ഷെ നിനക്കിത്ര സങ്കടം എന്നത് ജനിപ്പിച്ച ആൾക്ക് മാത്രമല്ലല്ലോ, ജനിച്ച ആൾക്കുണ്ടാവില്ലേ? തൃശൂൽ, നീ കരയാണോ? പെൺകുട്ടികളെ പോലെ ഇങ്ങനെ കരയല്ലേ നീ? എന്തിനാ ശിവാനി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ നിങ്ങൾ പെൺപിള്ളേര് മാത്രമേ കരയാറുള്ളൂ? ഈ കണ്ണീരിന് നിങ്ങൾ വല്ല പാറ്റന്റ് എടുത്തിട്ടുണ്ടോ? ആൺകുട്ടികൾക്ക് സങ്കടം വരില്ലേ? ഞങ്ങൾക്ക് എന്താ കരച്ചിൽ വരില്ലേ ശിവാനി? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയാ കരഞ്ഞ് നിങ്ങളൊക്കെ ആ വേദന അങ്ങ് തീർത്തു കളയും. അത് തന്നെ ആമ്പിള്ളേർ ചെയ്താലോ? അവൻ ഒന്നിനും കൊള്ളില്ലാത്തവൻ, അങ്ങനെ അവനങ്ങ് മുദ്ര കുത്തും. അതെന്താ അങ്ങനെ? ശിവാനി, ഞങ്ങൾക്കൊരു മനസ്സൊക്കെയുണ്ട്. ആ മനസ്സിനൊന്ന് നൊന്ത് കഴിഞ്ഞാൽ കണ്ണീരും വരുന്നേ. എല്ലാവരും ഒന്ന് തന്നെ ശിവാനി. ആണ് പെണ്ണ് എന്ന് നമ്മൾ തന്നെ വേർതിരിച്ചു, അത്ര തന്നെ. ആയിക്കോട്ടെ, പക്ഷെ കരയാൻ വേണ്ടി മാത്രം എന്താ ഉണ്ടായേ? ഞാൻ ഇതുവരെ വീട്ടുകാരെ വിട്ടിട്ട് ഇത്രയും ദിവസം ദൂരെ പോയിട്ടില്ല. അന്നൊരു ദിവസം നിന്നെ കൊണ്ട് ഞാനൊരു ട്രിപ്പ് പോയില്ലേ? അന്ന് മാത്രമാ വീട്ടുകാരെയൊക്കെ വിട്ട് അത്രയും ദിവസം ദൂരേക്ക് മാറി നിന്ന്. പക്ഷെ അന്ന് അവർക്കെല്ലാം അറിയായിരുന്നോ ഞാൻ എവിടെയാണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും അവർക്ക് എന്നെക്കുറിച്ചോ എനിക്ക് അവരെക്കുറിച്ചോ അറിയില്ല. ഞാൻ ഇല്ലാത്തതിന്റെ പേരിൽ അവർ എത്ര വിഷമിക്കുന്നുണ്ടാവും. ഇല്ല ശിവാനി, എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ. എനിക്ക് അച്ഛൻ, അമ്മ, കൊച്ചു മുതലാളി എല്ലാവരും കൂടെ വേണം. ഇവരെയൊക്കെ വിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം മതിയെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഈ ലോകത്തിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. ഇല്ല, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു ശിവാനി, അവരെയൊക്കെ വിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാവരും വേണം. ദിഗ്വിജയ്, വന്ന് മംഗളാരതി എടുത്തോളൂ. ദിഗ്വിജയ്, ഈ കല്യാണക്കുറി പെണ്ണിന്റെ വീട്ടുകാർക്ക് കൊടുത്തോളൂ. ശിവാനി, ഒരു നിമിഷം. പെണ്ണിന്റെ വീട്ടുകാരും ഇല്ലേ? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. നമ്മുടെ ശാസ്ത്രപ്രകാരം കല്യാണക്കുറി ചെക്കന്റെ അച്ഛനും അമ്മയും പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് കല്യാണത്തിന് ക്ഷണിക്കുകയാണ് പതിവ്. ശിവാനി, മോളുടെ അച്ഛൻ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? അത് എന്തു പറ്റി ശിവാനി? നിന്റെ അച്ഛനെ... അങ്കിൾ, എന്റെ അച്ഛൻ വരുന്ന കാര്യം സംശയോ? ആ, അദ്ദേഹം വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല അങ്കിൾ. കാരണം? അത് എന്താന്ന് പറഞ്ഞോളെ. നിന്റെ അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശി, അദ്ദേഹത്തിന് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഈ കല്യാണം ഇഷ്ടമല്ലെന്നോ? അതെന്താ? ലവ് മാരേജ് ആയതുകൊണ്ട് എന്തെങ്കിലും... അതുകൊണ്ട് അദ്ദേഹം വരാത്തത്. അത് കുഴപ്പമില്ല ശിവാനി. നിനക്ക് സമ്മതമല്ലേ? പ്രണയിക്കുന്ന രണ്ട് മനസ്സുകൾ തമ്മിൽ ഒത്തുചേരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാക്കും. എന്റെ മോൻ പറഞ്ഞത് ശരിയാ. എന്നാലും ശിവാനിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കല്യാണക്കുറി വാങ്ങിക്കാൻ വേണമല്ലോ.
ശാസ്ത്രവിധികൾ അങ്ങനെയാണല്ലോ. ഇതിനിപ്പോ എന്താ ഒരു വഴി സ്വാമിജി? ശാസ്ത്രവിധികൾ മാറ്റാനും പറ്റില്ലല്ലോ. ശാസ്ത്രം അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പെണ്ണിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ സഹോദരനായിട്ട് നിന്ന് അവരുടെ കയ്യിൽ നമ്മൾ കല്യാണക്കുറി കൊടുത്ത് ക്ഷണിക്കാം. നന്ദീശ, നിന്റെ കുടുംബത്തില് അമ്മാവന്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗോവിന്ദനുണ്ടല്ലോ. ഗോവിന്ദനോ? സ്ഥാനം നോക്കിയാല് ത്രിവിക്രമന്റെ അമ്മാവന്റെ സ്ഥാനത്താണല്ലോ അവൻ. തിരുമേനി, അവൻ മതിയാവില്ലേ? ഓ, അദ്ദേഹം ആയിരുന്നാലും മതി. ഗോവിന്ദ. ശരി അളിയ. കല്യാണക്കുറി കൊടുത്ത് അവരെ അങ്ങോട്ട് ക്ഷണിച്ചാലും. ഗോവിന്ദ, നിന്റെ മകളുടെ സ്ഥാനത്തുള്ള ശിവാനിയുടെയും നന്ദീശന്റെയും മധുമതിയുടെയും മകനായ ത്രിവിക്രമന്റെയും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നീ മുന്നിൽ നിന്ന് ശിവാനിയെ കൈപിടിച്ചു കൊടുക്കണം ഗോവിന്ദ. ഇതാ. ആയിക്കോട്ടെ അളിയ. അളിയനല്ലടാ, ചെറുക്കന്റെ അച്ഛൻ. ഈ സന്തോഷവും സമാധാനവും ഈ വീട്ടില് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. സന്തോഷം സമാധാനം ഒക്കെ എപ്പോഴും ഉണ്ടാവും സ്വാമി. പക്ഷേ ഇപ്പൊ ഈ വീട്ടിലെ മോൻ എവിടെയാന്ന് അറിയില്ല. തൃശ്ശൂർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അവൻ ഇപ്പൊ എവിടെയാണോ ആവോ? ദമയന്തി, മധു, കൂടുതലൊന്നും ആലോചിക്കണ്ട. തൃശ്ശൂർ തിരിച്ചു വരും. ദമയന്തി, കല്യാണത്തിന് ഇനി 2 ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഒരുപാട് ചടങ്ങുകൾ ചെയ്യാനുണ്ട്. ഒന്നും തന്നെ മിസ്സാവരുത്. ഇന്ന് രാത്രി തന്നെ നമുക്ക് മെഹന്തി പ്രോഗ്രാം നടത്തണം. നന്ദീശ, വിളിക്കേണ്ടവരെയൊക്കെ നീ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ചുപേരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വിളിക്കണം. ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം മുതലാളി. ശരി, ആയിക്കോട്ടെ. ഗോവിന്ദ, മെഹന്തി ഇടുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം. പിന്നെ വീട് മനോഹരമായിട്ട് അലങ്കരിക്കണം. അത് നിന്റെ ഉത്തരവാദിത്തം. ദമയന്തി, വീണ, ശിവാനിയെ അണിയിച്ചൊരുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ? വീണ, നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചേക്ക് മോളെ. ശിവാനി, നിന്നോടും കൂടെയാ. നിനക്ക് പരിചയമുള്ളവരെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചേക്ക്. ത്രിവിക്രം, ഡാഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കേ. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? ത്രിവിക്രമൻ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും എന്താ മിണ്ടാത്തെ? എന്താ നിങ്ങൾ റിയാക്ട് ചെയ്യാത്തെ? അവൻ ഒരാൾ മാത്രം റെഡിയായാൽ മതിയോ? നിങ്ങൾ ആരും റെഡിയാവുന്നില്ലേ? നിങ്ങൾക്കാർക്കും ഈ കല്യാണത്തിൽ താല്പര്യമില്ലേ? അല്ല, ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. നീ പറയുന്നതൊക്കെ ശരി തന്നെയാടാ. പക്ഷേ എല്ലാവരുടെയും മനസ്സില് തൃശ്ശൂര് വന്നില്ലല്ലോ എന്നുള്ള സങ്കടമാ. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനേടാ. അവനിപ്പോ എവിടെയാണോ എന്തോ. 2 ദിവസമായി അവനെ വീട്ടിൽ നിന്ന് പോയിട്ട്. അവൻ ഭക്ഷണം കഴിച്ചു എന്തോ. എനിക്കിത് ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അവൻ വന്നോളൂ, നിങ്ങളത് വിട്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരുന്ന ഈ കല്യാണം സന്തോഷമായിട്ട് നടക്കുമോ? ഡാഡ്, എന്നാലും ചേട്ടൻ വന്നിരുന്നെങ്കിൽ. ആയിക്കോട്ടെ ദിഗ്വിജയ, നീ വിഷമിക്കണ്ട. എല്ലാ പൂജയും നമുക്ക് നടത്താം. എല്ലാവരും വരും അല്ലേ ദമയന്തി? ശരി, എല്ലാവരും സമയം കളയാതെ റെഡിയായിട്ട് വാ. എല്ലാവരുടെ മനസ്സിലും തൃശ്ശൂലില്ലാത്തതിന്റെ സങ്കടമല്ലാതെ കല്യാണത്തിന്റെ ഒരു സന്തോഷവും കാണുന്നില്ല. ഇങ്ങനെ പോയാല് ഞാൻ നന്ദീശന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റില്ല. എന്റെ
പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോവോ?